ഈ യുവാക്കളിലെ ലഹരി ഉപയോഗം അത് നമ്മളിങ്ങനെ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഗായകരിലെ ലഹരി ഉപയോഗിക്കുന്ന വില്ലന്മാരെ കൂടി പിടികൂടാൻ ഒരുങ്ങുകയാണ് എക്സൈസ് എന്നുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ 10ഓളം ഗായകർ രാസലഹരിയുടെ സ്ഥിരം ഉപഭോക്താക്കളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗം തെളിയിക്കാൻ ആവശ്യമെങ്കിൽ മുടിയുടെ ശാസ്ത്രീയ പരിശോധന നടത്താനും എക്സൈസ് തയ്യാറെടുക്കുന്നുണ്ട്. 24 എക്സ്ക്ലൂസീവ്. മലയാളത്തിലെ ന്യൂജൻ പാട്ടുകാർ പാട്ടിനപ്പുറം ലഹരിയുടെ താളത്തിലാണ് ജീവിക്കുന്നതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. സ്റ്റേജ് ഷോകളിൽ പലരും ലഹരി ഉപയോഗിച്ച ശേഷമാണ് പാട്ടുകൾ പാടാറുള്ളത്. പ്രാഥമിക പരിശോധനയിൽ മാത്രം 10ലധികം പേരുകളാണ് എക്സൈസ് കണ്ടെത്തിയത്. പരിപാടിയിലുടനീളം ആക്റ്റീവായി നിൽക്കാനാണ് ഇത്തരക്കാർ ലഹരിയെ കൂട്ടുപിടിക്കുന്നതെന്നാണ് എക്സൈസ് പറയുന്നത്. നിലവിൽ എക്സൈസ് നിരീക്ഷണത്തിലുള്ള ഇവരെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനും പദ്ധതിയുണ്ട്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇവരുടെ മുടി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് രാസലഹരി ഉപയോഗത്തിന്റെ തെളിവ് കണ്ടെത്തും. വടക്കൻ കേരളത്തിലടക്കം വലിയ തരംഗമായ ഗായകൻ ഉൾപ്പെടെ ഈ പട്ടികയിലുണ്ട്. തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ബാൻഡുകളും സ്ഥിരമായി ലഹരി ഉപയോഗിച്ച ശേഷമാണ് പരിപാടികൾക്കായി എത്താറുള്ളത്. ലഹരി കച്ചവടത്തിനുള്ള മാർഗങ്ങളായി ഇത്തരം സ്റ്റേജ് ഷോകൾ ഇവർ മാറ്റിയിട്ടുണ്ടോ എന്നും എക്സൈസ് പരിശോധിക്കുന്നു. എക്സൈസിന്റെ നിരീക്ഷണ പട്ടികയിലുള്ള ചിലർ സ്റ്റേജ് ഷോകൾക്ക് എത്തിയ ശേഷം പരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതും ഇവരിൽ ചിലരെ സംഘാടകർ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങളും എക്സൈസ് പരിശോധിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ കിട്ടും വരെ കാത്തിരിക്കുക മാത്രമാണ് മാർഗമെന്നും സംശയത്തിന്റെ പേരിൽ പോലും ഇവരെ ചോദ്യം ചെയ്താൽ തങ്ങളുടെ ജോലിയെ പോലും അത് ബാധിക്കുമെന്നുള്ളതാണ് തുടർ നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് എക്സൈസിനെ പിന്തിരിപ്പിക്കുന്നത്. കൃത്യമായി ജോലി ചെയ്ത ചില എക്സൈസ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇത്തരം നടപടികളുടെ ഭീഷണിയിലാണ് എന്നും ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അപ്പൊ അങ്ങനെ രാസലഹരിയുടെ ഒഴുക്ക് എങ്ങോട്ടാണ്, ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ ഗായകരുണ്ടെങ്കിൽ അവരെയും കൂടെ എല്ലാ തരത്തിലും പിടികൂടാനുള്ള ആ ഒരു ഉപയോഗം അങ്ങോട്ട് തടയാം അല്ലേ? ഈ ഗായകർ മാത്രമല്ല, ഇപ്പം നമ്മൾ ചില ഡോക്ടേഴ്സിനോടും പല മേഖലകളിലുള്ളവരോട് സന്ദർശിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് അവരെ കൂടുതൽ സമയം എനർജറ്റിക് ആയിട്ട് നിർത്താൻ ഇത് സഹായിക്കുമെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനോട് നമുക്കൊരു പ്രണയമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് എനർജി വരും. ഈ കുന്ത്രാണ്ടമൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉള്ള തലച്ചോറും ആരോഗ്യം മൊത്തം നശിച്ചു പോതേ ഉള്ളൂ അല്ലേ? പിന്നെ അതിന് അടിമയായി പോയി പിന്നെ ഒരുപാട് നാളങ്ങനെ അതിന്റെ പിന്നാലെ നടക്കാന്നുള്ള. പക്ഷെ അതിന് എന്താ പറയുക, അതിനടിമയായവർ പിന്നീട് റീഹാബിലിറ്റേഷനൊക്കെ കഴിഞ്ഞ് അതിന് പുറത്ത് വന്ന ആളുകളും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ആളുകളും ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ആളുകളെയും അറിയാം.